സംവിധായകൻ ലോകേഷ് കനകരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി കണ്ടിട്ടുള്ള ഏതെങ്കിലും ചില പഴയ സിനിമകളിലെ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ഇപ്പൊ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? വെറുതെ ഇരിക്കുമ്പോ ഇതങ്ങനെ ചിന്തിക്കും. ആ സിനിമയ്ക്ക് പുറത്തേക്ക് ആ ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് അവരുടെ ലൈഫ് സിനിമയ്ക്ക് ശേഷം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോയിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ പുള്ളി കഥകൾ ഡെവലപ്പ് ചെയ്തെടുക്കും. വിക്രം വന്നതും അങ്ങനെ പഴയ സിനിമയിലെ കഥാപാത്രം ഇപ്പൊ എന്ത് ചെയ്യുകയായിരിക്കും എന്നൊരു ചിന്തയിൽ നിന്നാണല്ലോ. ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടില്ലേ, ഈ ഒരു ക്യാരക്ടറിനെ മെയിൻ ആക്കി സെപ്പറേറ്റ് ഒരു സിനിമ വന്നാൽ അടിപൊളിയായിരിക്കും എന്ന്. ചിലപ്പോ 1-2 സീനുകളിൽ മാത്രം വന്ന് നമ്മുടെ മനസ്സ് കീഴടക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, ചില കുഞ്ഞ് ലവ് സ്റ്റോറീസ് ഉണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ആ ടൈപ്പ് ചില ലവ് സ്റ്റോറികളെ കുറിച്ചും ക്യാരക്ടേഴ്സിനെ കുറിച്ചുമാണ്. മെയിൻ കഥയ്ക്ക് അപ്പുറത്ത് നിന്ന് നമ്മളെയൊക്കെ ഇംപ്രസ് ചെയ്യിപ്പിച്ച ചില ചെറിയ പ്രണയ കഥകളെ കുറിച്ച്, അതിൽ വന്നുപോയ ക്യാരക്ടേഴ്സിനെ കുറിച്ച്, അവരുടെ മാത്രം കഥ പറയുന്ന ഒരു സിനിമ വന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്നതിനെ കുറിച്ച്. ഞാൻ ഈ പറയുന്ന കഥകളൊക്കെ ചിലപ്പോ ഒരു ഫിലിം മേക്കറിന്റെ പെർസ്പെക്ടീവിൽ നിന്ന് ചിന്തിച്ച ഒരു സിനിമയ്ക്കുള്ള സാധ്യതയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നേക്കാം. അങ്ങനെ ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഐഡിയ കത്തി പടം ചെയ്യുവാണെങ്കിൽ എന്നെ കൂടെ കൂട്ടണേ. അപ്പോൾ കൂടുതൽ സമയങ്ങളെ നമുക്ക് ഒരു വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. തെക്കേടത്ത് ഗോപാലകൃഷ്ണനും AK കാർത്തിയായനിയും. കല്യാണരാമൻ എന്ന സിനിമയില് പാട്ടും പാടിക്കൊണ്ടാണ് തെക്കേടത്ത് ഗോപാലകൃഷ്ണന്റെ എൻട്രി, അതായത് ദിലീപിന്റെ മുത്തശ്ശന്റെ. ആ എൻട്രിയിൽ തന്നെ സലിംകുമാർ പറയുന്നുണ്ട്, കല്യാണ വീടാണ്, തൈക്കളവുമാരായ മുത്തച്ഛന്മാര് കാണും, ലൈൻ എടുക്കാൻ നിൽക്കണം. ഇത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും മുത്തശ്ശനാളൊരു പ്രായം തളർത്താത്ത പോരാളിയാണെന്ന്. അതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചിട്ടില്ല. നമ്മുടെ നായിക AK കാർത്തിയായനിയുടെ ഇൻട്രോ സീനിൽ തന്നെ ഒരു ഹെവി പിക്കപ്പ് ലൈനുമായി മുത്തശ്ശന്റെ വക ആദ്യ ഗോൾ. ചുണ്ണാമുണ്ടോ കയ്യില്? സോറി, ഞാൻ മുറുക്കാറില്ല, നിർത്തിയതാ. എന്നാ ഞാനും നിർത്തി. ഓ, എന്തൊരു സ്നേഹം. അവര് ഈ കല്യാണ വീട്ടിൽ വെച്ച് തന്നെ പിന്നീടും പലപ്പോഴായി കാണുന്നുണ്ട്. ഒടുക്കം കല്യാണം കഴിയുന്നതോടെ അവർക്കും പിരിയേണ്ടി വരുന്നു. സാഡ് ലവ് സ്റ്റോറി അല്ലേ. പിന്നീട് കല്യാണ പെണ്ണിന്റെ വീട്ടുകാർ അവരുടെ വീട്ടിലേക്ക് വരുമ്പോ മുത്തശ്ശൻ ചാടി എണീക്കുന്നുണ്ട്. ആ മുത്തശ്ശി വന്നിട്ടില്ലെന്ന് പറയുമ്പോ പുള്ളിയുടെ ആ എണീക്കുമ്പോഴുണ്ടായ ഉഷാറൊക്കെ അങ്ങ് പോകുന്നു. പാവത്തിന് ഒടുക്കത്തെ മിസ്സിംഗ് ആണ് മുത്തശ്ശിയെ. പിന്നീട് അവര് ഒന്നിച്ച് കാണുന്ന 1-2 സീനുകൾ കൂടെ സിനിമയിൽ വരുന്നുണ്ട്. എന്നാലും ഇവർ രണ്ടുപേരുടെ മാത്രം ഒരു ലവ് സ്റ്റോറി ഒരു കോമഡി ട്രാക്കിൽ പിടിച്ചാൽ അടിപൊളി ഒരു കുഞ്ഞു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട്, ഇല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? അതായത് പിന്നീടും ഇവർക്ക് തമ്മിൽ കാണാൻ വേണ്ടി മുത്തശ്ശൻ പല കല്യാണ വീടുകളിലും ക്ഷണിക്കാതെ തന്നെ പോകുന്നതും അവിടെ നടക്കുന്ന ചില തമാശകളും, ഒടുവിൽ കണ്ട് ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിൽ വെച്ച് തന്നെയുള്ള ഒരു കിടിലൻ പ്രപ്പോസൽ സീൻ, പിന്നീടുള്ള ഇവരുടെ ആ ഒരു പ്രണയവും, മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം മുറുക്കാൻ നിർത്തുന്ന മുത്തശ്ശനും, ഒടുവിൽ കുടുംബത്തിന്റെ അന്ധവിശ്വാസങ്ങളൊക്കെ തകർത്തുകൊണ്ട് പുരോഗമന സമൂഹത്തിന് മാതൃകയായി 90-ാം വയസ്സിൽ അവര് വിവാഹം കഴിച്ച് ഒന്നാകുന്നതും ഒക്കെ ആയിട്ട് ഒരു ഗംഭീര റൊമാൻറ്റിക് ഫീൽ ഗുഡ് സിനിമ. എങ്ങനെ ഉണ്ടാവും? നൈസ് അല്ലേ? കരീമിക്കയും മൗലവിയുടെ മോളും. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സംഭവം സാധനം തന്നെയാണ്. മിഥുനത്തിൽ ഇന്നസെന്റ് പറയുന്ന പോലെ ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ഈ ഊണ് കഴിക്കലാണ്. ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. ഭക്ഷണത്തിന് മുന്നില് ജാതിയോ മതമോ ജെൻഡറോ ഒന്നുമില്ല. ഈ ഒരു കാര്യമാണ് ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലൂടെ പറയുന്നത്. ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയുടെ ഫൗണ്ടേഷനായി കിടക്കുന്നത് ഉപ്പുപ്പയുടെയും പേരക്കുട്ടിയുടെയും ആ ഒരു റിലേഷൻഷിപ്പാണ്. ഇതിലെ ഉപ്പുപ്പയാണ് ശരിക്കും സിനിമയുടെ സോൾ എന്ന് പറയുന്നത്. തിലകൻ ചേട്ടൻ ഗംഭീരമായി ചെയ്തു വെച്ച ക്യാരക്ടർ. നമ്മളൊക്കെ പലയിടത്തും കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു ക്യാരക്ടർ ആണ് ഇതെങ്കിലും സിനിമകളിൽ അതുവരെ അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ടൈപ്പ് ക്യാരക്ടർ കൂടിയാണത്. സംഭവം സിനിമയിൽ ദുൽഖർ നിത്യ മേനോൻ ലവ് സ്റ്റോറി ട്രാക്ക് പോകുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കുറച്ച് സ്പെഷ്യലായി തോന്നിയത് കരീമിക്കയുടെയും മൗലവിയുടെ മകളുടെയും മുഹബത്താണ്. അത് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയും അടിപൊളിയാണ്. ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്ന് നിൽക്കണം. ഇങ്ങനൊക്കെ ഉറപ്പിച്ച് പറയണമെങ്കിൽ കരീമിക്കയ്ക്ക് മുഹബത്ത് എന്താണെന്ന് ശരിക്കും അറിയാം. അപ്പൊ പുള്ളിക്ക് എന്തോ സ്ട്രോങ് ആയ ഒരു ലവ് സ്റ്റോറി ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ. സുലൈമാനി കുടിച്ച ആൾക്കല്ലേ എന്റെ രുചി അറിയാവുള്ളൂ. മൂപ്പരത് അറിഞ്ഞിട്ടുമുണ്ട്. ആ മുഹബത്താണ് മൗലവിയുടെ വീട്ടിൽ ബിരിയാണി വെക്കാൻ പോകുമ്പോ കരീമിക്കും ഉണ്ടാകുന്നത്. ബിരിയാണി ചെമ്പിന്ന് കണ്ണു തെറ്റിയപ്പോ പുള്ളി കാണുന്നത് അവളെയാണ്. അവളെ കാണുമ്പോ വരുന്ന വാതിലിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നിലേ. പരസ്പരമുള്ള അവരുടെ നോട്ടം. ആ സീൻ അവിടെ തീരുന്നു. പിന്നെന്ത് സംഭവിച്ചു? നിങ്ങളുടെ ബിരിയാണി നിന്ന് ഒരു നിക്കാൻ കഴിച്ചു പോയി. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമുക്കും അത് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ആ ഹൂറി ആരാണെന്നറിയോ? തിയേറ്ററിൽ സിനിമ കണ്ടവർക്കറിയാം ഈ സീനിൽ ഉണ്ടായ കയ്യടി, അതിനേക്കാള് നമുക്കുണ്ടായ ആ ഒരു ഫീൽ, അത് രണ്ടും വേറെ ലെവൽ തന്നെയായിരുന്നു. വളരെ കുറച്ചു നേരം വന്നുപോയ ഈ ഒരു കഥ ഒറ്റയ്ക്കൊരു സിനിമയായി വന്നാൽ അടിപൊളിയായിരിക്കുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കല്യാണ വീട്ടിൽ നിന്നും കല്യാണ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്നതും മൗലവിയും കൂട്ടരും ഒക്കെ അവരെ തപ്പി നാട് മുഴുവൻ ലോക്ക് ചെയ്യുന്നതും
നാടുവിട്ട് അവരിരുവരും ഏതൊക്കെയോ നാടുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഒടുവിൽ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഇരുവരും ചേർന്ന് ചെറിയൊരു ഹോട്ടൽ തുടങ്ങുന്നു. ഉപ്പുപ്പയുടെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയാലോ. അങ്ങനെ ആ ഹോട്ടല് വൻ വിജയമാവും. പിന്നീട് ആരുടെയെങ്കിലും മരണത്തില് വിഷമിച്ചിരിക്കുന്ന മൗലവി ഫാമിലിയിലേക്ക് കയ്യിലൊരു കുഞ്ഞുമായി അവര് കയറി വരുന്നതും എല്ലാം സോൾവ് ആക്കി ഉസ്താദ് ഹോട്ടൽ തുടങ്ങി അവരൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതുമൊക്കെയായ ഒരു സംഭവ ബഹുലമായ പ്രേമ കഥ. 2012 സമയത്തെ ഗോപി സുന്ദറിന്റെ ആ ഒരു പീക്ക് ടൈമിലുള്ള ബീജിയം കൂടിയായ പടം സെറ്റ് ബോണി ആൻഡ് നൈല. ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു ലവ് സ്റ്റോറി ആയിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലെ ശ്രീനാഥ് ഭാസിയും ടൂറിസ്റ്റും തമ്മിലുണ്ടായിരുന്നത്. മൂൺ വാക്ക് ചെയ്ത് വല എറിഞ്ഞിട്ടാണ് ഭാസി അവളെ വീഴ്ത്തുന്നത്. അവരാദ്യമായി കാണുമ്പോൾ തന്നെ ഒരു സ്പാർക്കടി നമുക്ക് കാണാം. പിന്നീട് അവര് കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ ഉയിരിൽ തൊടുമെന്ന പാട്ടിലൂടെയാണ് കാണിച്ചു പോകുന്നത്. അവരങ്ങനെ പ്രേമിക്കുമ്പോഴാണല്ലോ നമ്മുടെ സൈക്കോ ഷമ്മി അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. അങ്ങനെ ഭാസി അവളെയും കൊണ്ട് നേരെ വീട്ടിലേക്ക്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു കഥയാണ് സിനിമ പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പോർഷൻസ് വളരെ കുറച്ചേ സിനിമയിലുള്ളൂ. കുറച്ചേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സിനിമ മൊത്തത്തിൽ എടുക്കുമ്പോൾ അത്രയും മതി. എന്നാലും അവരുടെ പ്രേമം കുറച്ചുകൂടെ കാണിച്ച് ഒരു സെപ്പറേറ്റ് സിനിമയായി വന്നാൽ ചിലപ്പോൾ നൈസ് ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ഒരു വൈബ് ചെക്കനും ഇവിടെ നാട് കാണാൻ വരുന്ന ടൂറിസ്റ്റും തമ്മിലുള്ള കപട സദാചാര ഷമ്മിമാരെയൊക്കെ എടുത്തിട്ട് അലക്കിക്കൊണ്ടുള്ള ഒരു ഇന്റർനാഷണൽ അപ്പീലുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ റൊമാൻറ്റിക് പടം നൈസ് ആയിരിക്കില്ലേ? ഗപ്പിയും ആമിനയും ഭയങ്കര ക്യൂട്ടായ ഒരു ലവ് സ്റ്റോറിയാണ് ഗപ്പിയുടെയും ആമിനയുടെയും ലവ് സ്റ്റോറി. കോളനിയിലെ ഒരുവിധം എല്ലാ ചെക്കന്മാരും ആമിനയെ നോക്കുന്നുണ്ട്. പക്ഷേ ആമിനെ നോക്കുന്ന ഒരേ ഒരാൾ, അത് ഗപ്പിയാണ്. ആ ഒരു നോട്ടത്തിലാണ് ഗപ്പിയുടെ പ്രതീക്ഷയും. അവളുടെ മുഖം കണ്ടിട്ട് പോലും അല്ല ചെക്കന് അവളോട് പ്രേമം തോന്നുന്നത്, കണ്ണുകൾ. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നാൻ അത് മാത്രം മതി. അവള് കമ്മിറ്റഡ് അല്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉപ്പുപ്പയ്ക്ക് നെഞ്ചുവേദന വരുന്നതും ആമിനയുടെ മുന്നിൽ മെയിൻ ആകാൻ ചെക്കന്മാരെല്ലാം കൂടെ പുള്ളിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഓടുന്നത്. അപ്പോഴാണ് നമ്മുടെ ഗപ്പി ശരിക്കുമുള്ള ഗപ്പി മീനിനെ അവളുടെ വീട്ടിൽ കാണുന്നത്. എല്ലാം ഇവൻ വിറ്റ ഒരേ കളറുള്ള ഗപ്പി മീനുകൾ. സത്യത്തിൽ അന്ന് തന്നെയാണ് അവൻ അവളുടെ മുഖം കാണുന്നത്. തമാശ സിനിമയിലെ ഒരു പാട്ടില് മുഹസിൻ പരാരി എഴുതിയതുപോലെ കാര്യം പറഞ്ഞേ കേൾക്കാതെ കാര്യം തിരിഞ്ഞേ. ആലോചിച്ച് നോക്കൂ, അടിപൊളിയായിരിക്കില്ലേ? അധികം സംസാരമൊന്നും ഇല്ലാത്ത ക്യൂട്ടായ സ്കൂൾ മൊമെന്റ്സ് ഒക്കെ ആയി അവരുടെ പ്രേമം മാത്രം പറയുന്ന ഒരു സിനിമ അയ്യപ്പനും കണ്ണമ്മയും. അയ്യപ്പനും കോശിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണ് സിനിമ പറയുന്നതെങ്കിലും അതിലൊരു കിടലൻ ലവ് സ്റ്റോറിയും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവർ രണ്ടുപേരുടെയും അടിക്കിടയിൽ നമുക്കത് വല്ലാതെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെന്ന് മാത്രം. അയ്യപ്പനും ഭാര്യ കണ്ണമ്മയും തമ്മിലുള്ള പ്രേമത്തെ പറ്റി തന്നെയാണ് പറഞ്ഞു വരുന്നത്. സിനിമയില് ആൾബലവും പിടിപാടുമുള്ള കോശിയേക്കാളും മുകളിൽ നിൽക്കുന്നത് അയ്യപ്പനാണ്. അയാളെ അങ്ങനെ ആക്കുന്നതിൽ കണ്ണമ്മയുടെ പങ്ക് ചെറുതൊന്നുമല്ല. വളരെ ശക്തമായ ഒരു ക്യാരക്ടറാണ് സിനിമയിലെ കണ്ണമ്മയുടേത്. പുള്ളിക്കാരി അയ്യപ്പൻ നായരുടെ കൂടെ എപ്പോഴും കട്ടയ്ക്ക് നിൽക്കുന്നുമുണ്ട്. സത്യത്തിൽ നമ്മൾ ഈ കാണുന്ന അയ്യപ്പൻ നായരെ അയ്യപ്പൻ നായരാക്കി മാറ്റിയത് കണ്ണമ്മയാണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ചില ഫ്ലാഷ് ബാക്ക് കഥകളൊക്കെ ചില ഡയലോഗുകളിലൂടെ സിനിമയിൽ ഇടയ്ക്കിടെ പറയുന്നുണ്ട്. ശരിക്കും അവരുടെ ആ പറയുന്ന ഫ്ലാഷ് ബാക്ക് കഥ ചെറിയൊരു സിനിമയായി വന്നാൽ നൈസ് ആയിരിക്കും. അവരെ കണ്ടുമുട്ടുന്നതും ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നതും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും കണ്ണമ്മ അയ്യപ്പനെ മാറ്റിയെടുക്കുന്നതുമൊക്കെയായി ഒരു ചെറിയ സിനിമ. മജീദിന്റെ ഉമ്മയും ഉപ്പയും മലയാളത്തിലെ ബെസ്റ്റ് ഫീൽ ഗുഡ് സിനിമകളിൽ ഒന്നാണ് സുഡാനി ഫ്രം നൈജീരിയ. ഇതിലെ ഏറ്റവും രസമുള്ള ഒരു പോർഷനാണ് മജീദിന്റെ, അതായത് സൗബിന്റെ ഉമ്മയും ഉപ്പയും തമ്മിലുള്ളത്. ഉപ്പ എന്ന് പറയുമ്പോൾ അത് ശരിക്കുള്ള ഉപ്പയല്ല. ഉപ്പ മരിച്ച സമയത്ത് എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഉമ്മയെ കൊണ്ട് രണ്ടാമത് വിവാഹം കഴിപ്പിച്ചതാണ്. മജീദിനാണെങ്കിൽ പുള്ളിയോട് യാതൊരു താല്പര്യവുമില്ല. ആ താല്പര്യമില്ലായ്മയിൽ ഉമ്മക്ക് ഭയങ്കര സങ്കടവുമുണ്ട്. ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ആ സീനുകളൊക്കെ ഭയങ്കര രസമാണ്. സിനിമയുടെ ഒടുക്കം മജീദിന് ബോധം വരികയും അയാൾ ചെന്ന് ഉപ്പയെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഇനി അവിടെ നിന്ന് അങ്ങോട്ടായിരിക്കാം അവരുടെ ജീവിതം ഹാപ്പി ആവാൻ പോകുന്നത്. ആ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ വെച്ചൊരു കുഞ്ഞു സിനിമ നൈസ് ആയിരിക്കും. സണ്ണിയും ശ്രീദേവിയും മലയാളികൾ ഏറ്റവും കൂടുതൽ തവണ കണ്ട, ഇനി എത്ര തവണ കണ്ടാലും ഒരു മടിയും തോന്നാൻ സാധ്യതയില്ലാത്തൊരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. സിനിമയിലെ പല കാര്യങ്ങളെ പറ്റിയും പലരും പലപ്പോഴും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ തന്നെ പലപ്പോഴും മണിച്ചിത്രത്താഴിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അധികം അങ്ങനെ ആരും പറയാതെ വിട്ടുപോകുന്ന ഒന്നാണ് മാടൻപള്ളി തറവാട്ടിലെ തമ്പിയുടെ മൂത്ത മകൾ ശ്രീദേവിയും സണ്ണിയും തമ്മിലുള്ള പ്രണയം. സിനിമ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവർ രണ്ടുപേർക്കിടയിലും ഒരു ഇഷ്ടം ഉണ്ടാവുകയും അതിങ്ങനെ കൂടിക്കൂടി വരികയും ചെയ്യുന്നുണ്ട്. മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രപ്പോസിംഗ് സീനുകളിൽ ഒന്നാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഭ്രാന്തുള്ളവരോട് കഴിയുക വലിയ ബുദ്ധിമുട്ടാണ്. ഭ്രാന്തിനെ ചികിത്സിക്കുന്നവരോട് കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ അമ്മച്ചിയെ ഇങ്ങോട്ട് അയക്കട്ടെ. അതിനുശേഷം കാർ പുറത്തേക്ക് പോകുമ്പോൾ സണ്ണി ഡോക്ടർ ചുറ്റും നോക്കുന്നുണ്ട്. അപ്പൊ ഓടി വന്ന ജനാലയിലൂടെ പുള്ളിയെ നോക്കുന്ന ശ്രീദേവി. സംഭവം ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടെങ്കിലും ഈ ക്ലൈമാക്സ് ഇത്രയും അടിപൊളിയാക്കിയത് ഇവരുടെ ഈ ഒരു പ്രണയം തന്നെയാണ്. ഇതേ മൂഡിൽ കഥ പറയുന്ന ഇവരുടെ ഒരു ലവ് സ്റ്റോറി വന്നാൽ ഉറപ്പായും അടിപൊളിയായിരിക്കും.
അക്ബർ ഹുസൈനും ജാനറ്റും. ലൂക്കയുടെയും നിഹാരിയുടെയും പ്രണയമാണ് ലൂക്ക എന്ന സിനിമയിലെ മെയിൻ പ്ലോട്ട് എങ്കിലും അതിൽ വന്നു പോകുന്ന മറ്റൊരു കുഞ്ഞു ലവ് സ്റ്റോറിയാണ് പോലീസുകാരനായ അക്ബറിന്റെയും ജാനറ്റിന്റെയും ലവ് സ്റ്റോറി. സിനിമയിൽ അവരുടെ പ്രണയം എങ്ങും എത്താതെയാണ് പോകുന്നതെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അക്ബർ ജാനറ്റിനെ ഭയങ്കര ആത്മാർത്ഥമായും ഡീപ്പായുമാണ് പ്രേമിച്ചത്. എന്നാലും ഒരു പോയിന്റിൽ ജാനറ്റ് കാരണം പോലും പറയാതെ അക്ബറിനെ ഇട്ടിട്ട് ഒരൊറ്റ പോക്കാ പോകുന്നു. കുറച്ചു പേർക്കെങ്കിലും ആ കഥ റിലേറ്റബിൾ ആയിരിക്കുമല്ലോ. അതിന്റെ ഒരു പെയിനിലാണ് സിനിമയിലുടനീളം നമ്മൾ അക്ബറിനെ കാണുന്നത്. അവരുടെ ആ ഒരു ലവ് സ്റ്റോറി, ആ ഒരു കഥ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, അതായത് എന്തായിരുന്നു അവർ തമ്മിലുള്ള പ്രശ്നം, എന്തിന് പുള്ളിക്കാരി ഇങ്ങനെ ഇട്ടിട്ട് പോയി എന്നൊക്കെ പറയുന്ന രീതിയിൽ അവരുടെ മാത്രം കഥ വെച്ചൊരു സിനിമയ്ക്കുള്ള സാധ്യത ഇല്ലാതില്ല. അപ്പോ ഇതൊക്കെയാണ് ഒറ്റയ്ക്കൊരു ലവ് സ്റ്റോറി പിടിക്കാനും മാത്രം സ്കോപ്പുള്ള സിനിമയ്ക്കുള്ളിലെ ചില ചെറിയ ലവ് സ്റ്റോറി. ഇനിയും ഇതുപോലെ ഏതെങ്കിലും കുഞ്ഞു ലവ് സ്റ്റോറീസ് ഒക്കെ സിനിമകൾക്കിടയിൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമയാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.